നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. 1.5 ലക്ഷത്തോളം വാക്കുകളടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ. രാജ്യത്തിൻ്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. അതുകൊണ്ടാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത്. അടുത്തത് പാർലമെൻ്ററി ജനാധിപത്യം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതാണ് പാർലമെൻ്ററി ജനാധിപത്യമാണെന്ന് പറയുന്നത്. അടുത്തത് ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഭരണഘടന ദൃഢവും അയവുള്ളതുമാണ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ സവിശേഷത എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളുമാണ്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പു വരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തമാണ് മൗലിക കർത്തവ്യങ്ങൾ. അടുത്തത് മാർഗനിർദ്ദേശങ്ങൾ. മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത് ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്തത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ അഥവാ ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അഥവാ രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളുണ്ട്. അതാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ എന്ന് പറയുന്നത്. അടുത്തൊരു സവിശേഷത എന്ന് പറയുന്നത് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോടുകൂടിയ ഫെഡറലിസമാണ്. അതായത് അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട് എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോടുകൂടിയ ഫെഡറലിസം എന്ന് പറയുന്നത്. അടുത്ത സവിശേഷത എന്ന് പറയുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്. അതായത് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. അതുകൊണ്ടാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അടുത്തത് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അതാണ് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്.